നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോഴേ നമ്മുടെ മലപ്പുറം ജില്ലയിൽ ശങ്കരംകുളം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നാരായണിപ്പുഴ എന്ന് പറഞ്ഞൊരു ചെറിയൊരു പുഴയുണ്ട്. അപ്പം അതും അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. തുണിക്കച്ചവടമൊക്കെ ഉണ്ടാകും. സൈഡിൽ തുണികൾ നിരത്തിയിട്ടുണ്ട്, ഷർട്ടൊക്കെ. അവിടെ ഇവിടെയൊക്കെ ചായക്കടകളുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് നടക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നാരായണിപ്പുഴ പാലം. ജസ്റ്റ് നമ്മൾ ആ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നടന്നു നോക്കുക. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. പാലത്തിൻ്റെ സൈഡിൽ കൂടെ താഴത്തേക്ക് ഇറങ്ങാൻ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കുകയാണ്. നമ്മളെ പാലത്തിൻ്റെ താഴത്തേക്ക് ഇറങ്ങിയിട്ടോ. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. ഇവിടുന്ന് ജസ്റ്റ് നമ്മൾ കയറി വരുമ്പോണ്ടല്ലോ, ഇതുപോലെ പാലും ആൽത്തറയും അതുപോലെ നടക്കാൻ കുറച്ച് സ്പേസും ഒക്കെയുള്ളൊരു സ്ഥലമുണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ റോഡ് സൈഡിനോട് ചേർന്ന് തന്നെ. ആൽത്തറയിലൊക്കെ ഇരിക്കുമ്പോൾ സൂക്ഷിക്കണം. മുകളിൽ നമുക്ക് കാക്കകളും പക്ഷികളും പണി തരാൻ സാധ്യതയുണ്ട് മുകളിൽ നിന്ന്. ഇതിന് ചുറ്റും തെങ്ങും തോപ്പും, താഴെ നോക്കിയാൽ നല്ലൊരു ആമ്പൽ പാടവും നമുക്ക് കാണാം. വൈകുന്നേരം വന്നാലേ ഈ ആൽമരത്തിൻ്റെ തണലിൽ കുറച്ച് നേരം ഇരിക്കുക കേട്ടോ. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ കിട്ടും. അതുപോലെ ചെറിയ ചെറിയ ടീ ഷോപ്പുകൾ, ചായക്കടകൾ അതൊക്കെ ഉണ്ട്. ഈവനിങ്ങിന് വന്നാൽ നമുക്ക് ഒരു ഈവനിങ് വാക്ക് ആവുകയും ചെയ്യും. ചായ കുടിച്ച് കുറച്ച് നേരം ഇവർ സ്പെൻഡ് ചെയ്യാനും പറ്റും. നമ്മളീ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഒന്ന് നടന്നു നോക്കാം കേട്ടോ. ഇതിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതാണ്ട കോൾപ്പാടങ്ങളും അതുപോലെ ഈ തോടും ഒക്കെ നമുക്ക് കാണാം. ഈ പുഴ ഒഴുകി പോണതും മനോഹരമായിട്ടുള്ള കാഴ്ചയുണ്ട്. പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടാണ്. ഇവിടെയും ഇരിക്കാനുള്ള സ്ഥലങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മരത്തിൻ്റെ അവിടെ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ മണ്ണൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ ടൈലൊന്നും ബാക്കി അടിപൊളിയാക്കിയിട്ടില്ല. അതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കും തോന്നുന്നു. നല്ല ഹൈമാക്സ് ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. രണ്ട് സൈഡിലും ഇതുപോലെ മരങ്ങളുള്ളിടത്ത് മണ്ണിട്ട് പൊക്കി. ഇവിടെ കൈവരികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, മണ്ണിട്ട് പൊക്കിയിട്ടുണ്ട്. പിന്നെ ആ ടൈലും കൂടി ഇട്ട അടിപൊളിയാവും. നമ്മുടെ ആൽത്തറയുടെ അവിടെ നേരത്തെ കണ്ടില്ലേ, നമ്മൾ ആദ്യം വന്നപ്പോൾ ആദ്യം നമ്മൾ ആ ആൽത്തറയുടെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മുടെ പാലത്തിൻ്റെ മുകളിൽ കൂടെ ഇപ്പുറത്തേക്ക് വന്നത്. അപ്പോൾ ഇവിടെയും ഇതുപോലെ നടക്കാനും നിന്ന് കാറ്റ് കൊള്ളാനൊക്കെ സ്ഥലമുണ്ട്. മണ്ണിട്ട് പൊക്കിയിട്ടുള്ളൂ, ടൈലിട്ട് സെറ്റാക്കിയിട്ടില്ല. പാലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലാട്ടാ നമ്മളിപ്പോൾ ഇറങ്ങിയേക്കണം, താഴെ ഭാഗത്തേക്ക്. ഇവിടെയും നല്ല ആമ്പൽപ്പാടുണ്ട്, കാണിച്ചു തരാം. ആമ്പൽ നന്നായി വിരിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇറങ്ങി പൊട്ടിക്കാൻ ഡേഞ്ചറസാണ്. ജസ്റ്റ് താഴത്തേക്കൊന്ന് ഇറങ്ങി നടന്ന് നോക്കുകയാണ്. നല്ല നല്ല തുമ്പിയുടെ കൂട്ടങ്ങൾ ഇവിടെ പാറി പെറുക്കുന്നുണ്ട്. നല്ല വെയിലുണ്ടെങ്കിലും തുമ്പികൾ നന്നായി താന്ന് പറക്കുന്നുണ്ട്. ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിള്ളേർ കളിച്ചിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഗോൾ പോസ്റ്റൊക്കെ ഉണ്ട്. ഇത് പാലത്തിൻ്റെ ഒരു ദൂരത്തുനിന്നുള്ള കാഴ്ച താഴേന്ന് എടുത്തിട്ടുള്ളതാണ്. ഒരു വഞ്ചൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷെ അതിൽ വെള്ളം കയറിയിട്ടുള്ള നിലയിലാണ്. ഇപ്പോൾ യൂസ് ചെയ്യണതാണോ അല്ലേന്നൊന്നും അറിയില്ല. ആൾക്കാരിനെ കാണാനില്ല. അപ്പം ചങ്ങരംകുളം നന്നമുക്ക് എന്നൊക്കെ പറയും. ആ ഭാഗത്താണ് ഇത് വരണത്, നാരായണിപ്പുഴ. ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും. നാരായണിപ്പുഴ പാലം ബ്രിഡ്ജിന്ന് സെർച്ച് ചെയ്താൽ മതി.
ലൊക്കേഷൻ കറക്റ്റായിട്ട് കാണിക്കും. നല്ല പച്ചപ്പും തെങ്ങിൻ തോപ്പുകളും അതുപോലെ ഈ പുഴയും ഇവിടുത്തെ കാറ്റും ഒക്കെ ഒരു നല്ല ഫീല് നമുക്ക് തരുന്നുണ്ട്. ഈവനിങ് വാക്കിനും മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയ ലൊക്കേഷനാണ്. പിന്നെ നമ്മൾ പാലത്തിൻ്റെ ഒരു സൈഡിൽ ചായക്കടകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈവനിങ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കുക, ഒരു ഈവനിങ് വാക്ക് നടത്തുക, അതിനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടാണ്. മീൻ പിടിക്കാനുള്ള ഒറ്റൽ ഇവിടെ വെച്ചിട്ടുണ്ട്, കുരുത്തി എന്നൊക്കെ പറയും. അതിവിടെ വെച്ചിട്ടുണ്ട് മരത്തിൻ്റെ മുകളിൽ. ഇവിടെയുള്ള സമീപവാസികളുടെ തന്നെ ആയിരിക്കും. ഈവനിങ്ങിന് വന്ന് ചൂണ്ടിടാൻ പറ്റിയ അടിപൊളി സ്പോട്ട് കേട്ടോ. ഇവിടുന്ന് ഉള്ള വ്യൂ ഒക്കെ അടിപൊളികൾ കേട്ടോ, സൂപ്പർ വ്യൂ ആണ്. ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റിയ ഒരു ഏരിയ കൂടിയിട്ടാണ്. അപ്പോൾ ശങ്കരംകുളത്തിൻ്റെ അടുത്തുള്ള ഈ നാരായണിപ്പുഴയുടെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലാണ്. അതുവരേക്കും ബൈ.